FSETO ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 29, 30, 31 തീയതികളിലായി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ജാഥ ക്യാപ്റ്റൻ വി സന്തോഷിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച FSETO ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 29, 30, 31 തീയതികളിലായി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ജാഥ ക്യാപ്റ്റൻ വി സന്തോഷിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് ചേർത്തല നഗരസഭയ്ക്ക് സമീപം ചേർന്ന വിശദീകരണ യോഗം അഡ്വക്കേറ്റ് AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നോളാം, സർക്കാർ അടച്ചുപൂട്ടിയെന്നാണ് പത്രങ്ങളുടെ ഹെഡിങ്, ഷട്ട് ഡൗൺ ദ ഗവൺമെന്റ്. ഈ സമ്പന്ന രാജ്യങ്ങൾ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, രാജ്യത്ത് പട്ടിണി പെരുകുമ്പോൾ, ഇന്ത്യ മഹാരാജ്യം പട്ടിണിക്കാരുടെ സൂചിക വെച്ച് നമ്മുടെ രാജ്യങ്ങളുടെ രാജാവായ ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന അതിന്റെ ദാരിദ്ര്യ രേഖ സൂചിക, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോവർട്ടി ഇൻഡെക്സ്, ആ ഇൻഡെക്സ് പ്രകാരം ഗൂഗിളിൽ അച്ചടിച്ച് നിങ്ങൾ കൊടുത്താൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് അച്ചടിച്ചു കൊടുത്താൽ അതിന്റെ ഓരോ രാജ്യങ്ങളുടെ വിവരങ്ങൾ കിട്ടും. അത് പ്രകാരം 102ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം പട്ടിണിക്കാരുടെ എണ്ണത്തിൽ, ലോക ജനസംഖ്യയുടെ ലോകരാജ്യങ്ങളുടെ എണ്ണത്തിൽ 102ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം പട്ടിണിക്കാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാധ്യനായ സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിൽ ഒരു പട്ടിണിക്കാര് പോലും ഇല്ലാത്ത നാടായി കേരളം മാറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ B. വിനോദ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NR ബാബുരാജ്, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, CITU ഏരിയ സെക്രട്ടറി P. ഷാജിമോഹൻ, ജാഥ ക്യാപ്റ്റൻ B. സന്തോഷ്, വൈസ് ക്യാപ്റ്റൻ S. രാജലക്ഷ്മി, ജാഥ മാനേജർ MV സാബുമോൻ, NS ശ്രീകുമാർ, B. വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയ്ക്ക് വിവിധ സംഘടനകളുടെ സ്വീകരണങ്ങൾ നൽകി.